ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ LP-UP പഠനം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള സിലബസ് അത് ഒന്ന് കൃത്യമായി നോക്കുക. അതേപോലെ തന്നെ ഇപ്പം കഴിഞ്ഞിരിക്കുന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതായത് ഈ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് നടന്നിരിക്കുന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സിലബസിൽ നിന്ന് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നതെന്നുള്ളത്. അപ്പം അതറിഞ്ഞിട്ട് നമ്മൾ പഠനം തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നോക്കുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലുള്ള കണ്ടന്റുകൾ നമുക്കറിയാം. ഇത് ഒരു +2 ബേസിലുള്ള എക്സാമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ചോദ്യങ്ങൾ നമ്മുടെ +2 വരെയുള്ള കണ്ടന്റുകളെ ബേസ് ചെയ്ത് വരുന്നുണ്ട്. ഇത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് സയൻസിൽ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, 10ാം ക്ലാസ്സിന് ശേഷം സയൻസ് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് +1 +2 കണ്ടന്റുകളെ പഠിക്കാൻ വലിയ താല്പര്യം കാണിക്കാറില്ല എന്നുള്ളതാണ് ചിലരെങ്കിലും. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നഷ്ടമാവും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പഠിക്കാം. കാരണം നമ്മൾ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ കണ്ടന്റ് പഠിച്ച് വരും. അപ്പോൾ നമ്മളൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അപ്പോൾ അതും അതുപോലെയല്ലേ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 10ാം ക്ലാസ് വരെയുള്ള കണ്ടന്റുകൾ ഓക്കെ ആക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് +1 +2 കണ്ടന്റുകൾ നമ്മുടെ സിലബസിൽ വരുന്ന ഭാഗങ്ങൾ കവർ ചെയ്യും. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്കത് പഠനം എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യാം, എല്ലാവരും ആ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അത് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴായാലും ഫസ്റ്റ് ടൈം മനസ്സിലായിട്ടില്ലെങ്കിൽ റെക്കോർഡഡ് അവൈലബിൾ ആണ് ഈ റെക്കോർഡഡ് ക്ലാസ്സുകളിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അതൊന്നും കൂടെ കേട്ട് നോക്കാം. അപ്പോൾ 1-2 വട്ടം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നിട്ടും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക. അങ്ങനെ കൃത്യമായിട്ടൊരു പ്ലാനോട് കൂടിയിട്ട് നമുക്ക് എക്സാമിന് ഒരുപാട് ടൈം കിടപ്പുണ്ട്. അപ്പോൾ കൃത്യമായി പഠനം ഒരു സിസ്റ്റമാറ്റിക് വേയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഫിസിക്സിന്റെ ഭാഗത്ത് വരുന്ന ടോപ്പിക്കാണ്. ബോർഡിൽ എഴുതി കാണാം, തരംഗചലനം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് തരംഗചലനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ശബ്ദം എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കാണ്. സിലബസിൽ നോക്കിയാൽ കാണാം. എന്ത് ചെയ്യാം, ഇത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, ശബ്ദം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നീങ്ങാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പഠനം കുറച്ചുകൂടെ ഒരു ഈസി ആവും. പിന്നെ ഏതായാലും കാരണം എല്ലാവർക്കും അറിയാലോ, ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു തരംഗ രൂപമാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ തരംഗം എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെ പഠിച്ചു വന്നിട്ട് അതിനുശേഷം ശബ്ദത്തിലേക്കും കൂടെ കടന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠനം കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ക്ലാസ്സുകൾ കണ്ട് തുടങ്ങുക. അതാണ് ആദ്യം പറയാനുള്ളത്. ഇനി എന്താണ് തരംഗം അല്ലെങ്കിൽ എന്താണ് തരംഗ ചലനം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്താ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് സ്റ്റേറ്റ്മെന്റുകളാണ്. ഓരോ സ്റ്റേറ്റ്മെന്റുകളും കൃത്യമായി മനസ്സിലാക്കുക. അതിൽ ശരിയേത് തെറ്റേത് അങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നത്. അപ്പോൾ കൃത്യമായി ഓരോ ഭാഗത്തും വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പം എന്താണ് തരംഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാധ്യമത്തിലെ കണികകൾക്കുണ്ടാകുന്ന കമ്പനം മൂലം വിക്ഷോഭങ്ങൾ, അതായത് ഡിസ്റ്റർബൻസ്, മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുന്നതിനെയാണ് തരംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡെഫിനിഷൻ മനസ്സിലാക്കുക. കൃത്യമായിട്ട് എക്സാമ്പിളുകൾ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം. കാരണം സ്റ്റേറ്റ്മെന്റുകളാണ് ഇപ്പോൾ ചോദ്യമായിട്ട് വരുന്നത്. ഇതാണ് ശ്രദ്ധിക്കുക ഒന്നുകൂടെ. മാധ്യമത്തിലെ കണികകൾക്കുണ്ടാകുന്ന കമ്പനം മൂലം വിക്ഷോഭങ്ങൾ, ഡിസ്റ്റർബൻസ്, മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുന്നതിനെയാണ് നമ്മൾ തരംഗം അഥവാ പലർക്കും അറിയാവുന്ന ടേം ചിലപ്പോൾ വേവ് എന്നതായിരിക്കും തരംഗം അഥവാ വേവ് എന്ന് പറയുന്നത്.
അപ്പൊ ഇത് നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പറഞ്ഞു തുടങ്ങുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് തരംഗം എന്ന് നമ്മളൊരു ജസ്റ്റ് പറഞ്ഞു. ഇത് മാത്രം പോരാ. അതായത് തരംഗം, അതായത് കമ്പനം ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമാണ്, ഇവിടെ കണികകളാണോ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നത്? അല്ല, കൃത്യമായി മനസ്സിലാക്കുക, കണികകളല്ല. കണികകൾക്കല്ല സ്ഥാനചലനം ഉണ്ടാകുന്നത്. ഇവിടെ ഊർജമാണ്, അതായത് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഊർജമാണ് എന്ത് ചെയ്യുന്നത്, പ്രവഹിക്കുന്നത്. ഒരിക്കലും കണികകളല്ല. കൃത്യമായി മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും, ഇത് ഊർജമാണോ കണികയാണോ എന്തായി പറയുന്നതെന്നുള്ളത്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ അവിടെയൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും, നമ്മളെല്ലാവരും വെള്ളത്തിലേക്ക് കല്ലൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ അവിടെ ഇങ്ങനെ വട്ടത്തിൽ വൃത്തത്തിലായിട്ട് ഇങ്ങനെ തരംഗം, നമ്മളതിനെ വിളിക്കുന്ന പേരാണ് തരംഗം. ഇനി നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം. ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഈ ഒരു വിക്ഷോഭങ്ങൾ, ജലത്തിലുണ്ടാകുന്ന വിക്ഷോഭങ്ങളാണ് ഇങ്ങനെ വട്ടത്തിൽ പോകുന്നത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ വിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ജലം എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് ഒഴുകുന്നില്ല. നമ്മളിങ്ങനെ പറയുമ്പോൾ പുറത്തേക്ക് ഒഴുകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ തെളിവ് അല്ലേ? സയൻസ് എപ്പോഴും നമ്മൾ ഇപ്പോൾ ഇത് സംശയമുള്ളവർക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിൽ കല്ലിട്ട് നോക്കിയാൽ മതി, കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും, ഇതുവരെ ചെയ്ത് നോക്കാത്ത ആൾക്കാരാണെങ്കിൽ. അപ്പം എന്ത് ചെയ്യാം, ഇങ്ങനെ വിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. അപ്പം അവിടെ ജലം പുറത്തേക്ക് ഒഴുകുന്നില്ല എന്ന് പറയാൻ, അത് കാണിക്കാൻ വേണ്ടിയിട്ട് കോർക്കിന്റെ കഷ്ണങ്ങൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഈ സമയത്ത്. അപ്പം എന്ത് ചെയ്യും, ആ കോർക്കിന്റെ കഷ്ണങ്ങൾ അതിൻ്റെ ആ കേന്ദ്രത്തിൽ നിന്ന് തെന്നി നീങ്ങി പോകുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ, അവിടെ നിന്ന് ജലം എന്ത് ചെയ്യുന്നില്ല, ഇതിന് പുറത്തേക്ക് വരുന്നില്ല. അതായത് കണികകൾക്ക് എന്തില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കണികകൾക്ക് അവിടെ എന്തില്ല, സ്ഥാനമാറ്റമില്ല. പകരം ഊർജമാണ് എന്ത് ചെയ്യുന്നത്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പ്രവഹിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. പുതിയ റിവൈസ്ഡ് ആയ നമ്മുടെ SCERTയുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് കണ്ടിട്ടുള്ളവർ അതിൽ കാണാം കൃത്യമായിട്ട്, അതായത് ഈ ഊർജമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അത് ഏത് രീതിയിലാണ് എന്ന് കൃത്യമായിട്ടൊരു സെന്റൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ, ക്വസ്റ്റ്യനിൽ, സ്റ്റേറ്റ്മെന്റിൽ ചിലപ്പോൾ അതായിരിക്കും ഉണ്ടാവുക. ഊർജമാണ് കൈമാറ്റം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓസിലേഷൻസ്, അതായത് ദോലനങ്ങളിലൂടെ, ആവർത്തിച്ചുള്ള ദോലനങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഈ ഊർജം പ്രവഹിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയി വരാൻ ചാൻസ് ഉള്ള പോയിന്റുകളാണ്. ഓക്കെ, കൃത്യമായി മനസ്സിലായി. അപ്പൊ എന്താണ് നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, എന്താണ് വേവ്, എന്താണ് തരംഗം. അതിൽ 3 പോയിന്റുകളാണ് കൃത്യമായിട്ട് ഓർത്തു വെക്കേണ്ടത്. ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം. തരംഗം അഥവാ വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാധ്യമത്തിലെ കണികകൾക്കുണ്ടാകുന്ന കമ്പനം മൂലം ഡിസ്റ്റർബൻസ്, വിക്ഷോഭങ്ങൾ ഒരു ഭാഗത്ത് നിന്ന്, മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് തരംഗം അഥവാ വേവ് എന്ന് പറയുന്നത്. ടേംസ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. തരംഗത്തിന്റെ ഇംഗ്ലീഷാണ് വേവ്. ഓക്കെ, അപ്പൊ എന്താണ് തരംഗം എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ എന്താണ്, കണികകൾക്ക് സ്ഥാനമാറ്റം ഇല്ല, പകരം ഊർജമാണ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ക്ലിയർ? അതെങ്ങനെയാണ്? ആവർത്തിച്ചുള്ള ദോലനങ്ങളിലൂടെയാണ് ഊർജ കൈമാറ്റം നടക്കുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറഞ്ഞൊരു പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെന്റുകളിൽ വരാം. ഓക്കെ, ക്ലിയർ? എങ്കിൽ അടുത്തതിലേക്ക് പോകാലോ. വിവിധ തരം തരംഗങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ ഉണ്ടാവില്ലേ? അതെ, നമ്മൾ പറഞ്ഞിരിക്കുന്ന ജലതരംഗം ഒരു എക്സാമ്പിൾ ആണ്. ശരി. പിന്നെ ഒന്നുമില്ല, കുട്ടികളെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പറയുന്നതാണ്, ഒരു ചരട്, ഒരു സ്ട്രിങ് വലിച്ചു കെട്ടിയിട്ട് അതിനെ കമ്പനം ചെയ്യിച്ചുണ്ടാക്കുന്ന തരംഗങ്ങൾ, അതൊരു എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മുടെ പ്രകാശം, ഓക്കെ, അതൊരു തരംഗമാണ്. പിന്നെ ഭൂകമ്പ തരംഗങ്ങൾ, ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് അറിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഈ തരംഗങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും 3 ആക്കി തിരിക്കാം. അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തേത് മെക്കാനിക്കൽ വേവ്സ്,
മലയാളം പറയാം കേട്ടോ. മെക്കാനിക്കൽ വേവ്സ്. ഇതിന്റെ മലയാളം യാന്ത്രിക തരംഗം. കാരണം നമുക്ക് LP-UPക്ക് മലയാളമാണ് വേണ്ടത്. നമുക്ക് തീർച്ചയായിട്ടും അത് പറയും. എന്നാലും ഈ സബ്ജക്റ്റ് ഒക്കെ പഠിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവുക ഇംഗ്ലീഷ് ടേംസ് ആയിരിക്കും. അതുകൊണ്ട് രണ്ടും നമുക്ക് പറയാം. മെക്കാനിക്കൽ വേവ്സ്, യാന്ത്രിക തരംഗം ഒരു ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ മലയാളം എന്താണ്? വൈദ്യുത കാന്തിക തരംഗം. എന്താണ്? വൈദ്യുത കാന്തിക തരംഗം. അപ്പോൾ മൂന്നാമത്തെ ടൈപ്പാണ് മാറ്റർ വേവ്. മാറ്റർ വേവിന്റെ മലയാളം ദ്രവ്യ തരംഗം. ഓക്കെ, ദ്രവ്യ തരംഗം. ഈ മൂന്നെണ്ണം, അതായത് തരംഗങ്ങളെ നമുക്ക് മൂന്നാക്കി തിരിക്കാം. യാന്ത്രിക തരംഗം, വൈദ്യുത കാന്തിക തരംഗം, ദ്രവ്യ തരംഗം. ഇംഗ്ലീഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലയാളം ഫെമിലിയർ അല്ല, ഇംഗ്ലീഷാണ് ഫെമിലിയർ എങ്കിൽ ഇംഗ്ലീഷ് ടേമും മലയാളം ടേമും നോക്കുക. നമുക്ക് ആവശ്യം മലയാളം ടേമാണ്. അപ്പോൾ അതെന്തായാലും പഠിച്ചെടുത്തിരിക്കണം ഇപ്പം അറിയത്തില്ലെങ്കിൽ. അപ്പോൾ ഈ 3 ടൈപ്പായിട്ട് നമുക്ക് തരംഗങ്ങളെ തരംതിരിക്കാം. ഇനി ഇതിൽ മാറ്റർ വേവ്, ദ്രവ്യ തരംഗങ്ങൾ നമുക്ക് അധികം ആവശ്യമില്ല. ജസ്റ്റ് എന്നാലും ഒന്ന് പറഞ്ഞു പോവാം. ഈ ദ്രവ്യ തരംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ആറ്റം, തന്മാത്ര ഇതോടൊക്കെ അസോസിയേറ്റ് ചെയ്തു വരുന്ന വേവ്സിനെയാണ് നമ്മൾ ദ്രവ്യ തരംഗങ്ങൾ, മാറ്റർ വേവ് എന്ന് പറയും. നമുക്ക് അധികം ആവശ്യമില്ല. ജസ്റ്റ് എന്നാലും എന്ത് ചെയ്യാം, അറിഞ്ഞിരിക്കുക. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക്, അതായത് വൈദ്യുത കാന്തിക തരംഗങ്ങൾ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ വൈദ്യുത കാന്തിക സ്പെക്ട്രം ഒക്കെ. അതിനകത്തുള്ള ആൾക്കാരൊക്കെ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്, വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. നമ്മുടെ ദൃശ്യപ്രകാശം ആയിക്കോട്ടെ, എക്സ്റേ ആയിക്കോട്ടെ, UV ആയിക്കോട്ടെ, മൈക്രോവേവ് ആയിക്കോട്ടെ, റേഡിയോ വേവ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? അതായത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് സഞ്ചരിക്കാൻ മാധ്യമത്തിന്റെ ആവശ്യമില്ല. കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇവര് സഞ്ചരിക്കുന്ന വേഗം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗതയൊക്കെ അറിയാലോ. എത്രയാ? 3 × 10⁸ അല്ലേ? ഇത്രയും m/s. ഈ വേഗത്തിലാണ് ആരും സഞ്ചരിക്കുക? വൈദ്യുത കാന്തിക തരംഗങ്ങളും സഞ്ചരിക്കുക. മാത്രമല്ല അവർക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ മറ്റൊരാളെ കാണാലോ. നമുക്ക് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട ആള് യാന്ത്രിക തരംഗങ്ങളാണ്. എന്നാലും നമ്മൾ മറ്റ് 2 പേരെ കൂടെ പറയുന്നു. അതിൽ തന്നെ വൈദ്യുത കാന്തിക തരംഗങ്ങളെ കുറച്ചും കൂടെ പ്രാധാന്യത്തോടെ കാണുക. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്, അതായത് സഞ്ചരിക്കാൻ മാധ്യമം വേണ്ട എന്നുള്ളതും പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതും. പിന്നെ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തയാളാരാ? യാന്ത്രിക തരംഗങ്ങൾ അല്ലെ, മെക്കാനിക്കൽ വേവ്സ്. ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് എന്ത് വേണം? സഞ്ചരിക്കാൻ മാധ്യമം വേണം. ഒന്നാമത്തെ കാര്യം, സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളാണ് ആര്? മെക്കാനിക്കൽ വേവ്സ് അഥവാ യാന്ത്രിക തരംഗങ്ങൾ. ഇനി ഇതിന്റെ എക്സാമ്പിൾസിലേക്ക് നമുക്ക് പോവാം. അതേപോലെ യാന്ത്രിക തരംഗങ്ങളുടെ ക്ലാസിഫിക്കേഷനും നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ വേവ്സ് അഥവാ യാന്ത്രിക തരംഗങ്ങളെ നമുക്ക് 2 ആക്കി തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഇംഗ്ലീഷിൽ പഠിച്ചത് ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നായിരിക്കും അല്ലേ? അപ്പോൾ എന്താ ട്രാൻസ്വേഴ്സ് വേവ്? മലയാളം അനുപ്രസ്ഥ തരംഗങ്ങൾ. അതായത് നമുക്ക് മലയാളം എഴുതാം അനുപ്രസ്ഥ തരംഗങ്ങൾ. അതേപോലെ രണ്ടാമത്തേതാണ് അനുദൈർഘ്യ
തരംഗങ്ങൾ. ഇനി അനുപ്രസ്ഥ തരംഗങ്ങളുടെ ഇംഗ്ലീഷ് ആണ് കേട്ടോ ട്രാൻസ്വേഴ്സ് വേവ്. അതേപോലെ അനുദൈർഘ്യ തരംഗങ്ങളുടെ ഇംഗ്ലീഷ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഓക്കെ, അപ്പോൾ അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർഘ്യ തരംഗങ്ങളുമായി മെക്കാനിക്കൽ വേവ്സിനെ, യാന്ത്രിക തരംഗങ്ങളെ തിരിച്ചിരിക്കുന്നു. ഞാൻ ഇംഗ്ലീഷ് പറയാൻ കാരണം ഇംഗ്ലീഷ് അറിയുന്നവർ ഇംഗ്ലീഷ് വെച്ച് മലയാളം കൂടെ പഠിക്കുക. അനുപ്രസ്ഥ തരംഗങ്ങൾ ട്രാൻസ്വേഴ്സ് വേവ് ആണ്, അനുദൈർഘ്യ തരംഗങ്ങൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഓക്കെ, ഇനി എന്തിനാണ് യാന്ത്രിക തരംഗങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത്? രണ്ട് അതായത് യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമായിട്ടുള്ള തരംഗങ്ങളാണ്. അതേസമയം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് പറയുന്നത് അവയ്ക്ക് എന്താണ്, സഞ്ചരിക്കാൻ മാധ്യമത്തിന്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇനി വരൂ, യാന്ത്രിക തരംഗങ്ങളെ എന്തിന്റെ ബേസിലാണ് ഇങ്ങനെ രണ്ടായി തിരിച്ചേക്കുന്നത്? അനുപ്രസ്ഥ തരംഗങ്ങളെന്നും അനുദൈർഘ്യ തരംഗങ്ങളെന്നും എന്തിനെ ബേസ് ചെയ്താ തിരിച്ചേക്കുന്നത്? അതാണ് അടുത്തത് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. തരംഗത്തിന്റെ പ്രേഷണ ദിശയും കമ്പനം ചെയ്യുന്ന കണികകൾ കമ്പനം ചെയ്യുന്ന ദിശയും വച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ടാണ് മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നതെങ്കിൽ അത്തരം തരംഗങ്ങളെയാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ക്ലിയർ? അതായത് ആദ്യം മനസ്സിലാക്കുക, ഇതാണ് മാധ്യമത്തിലെ കണങ്ങൾ എങ്ങോട്ട് കമ്പനം ചെയ്യുന്നു, ഇനി നമ്മുടെ വേവ് തരംഗം എങ്ങോട്ടാണ് നീങ്ങുന്നത്, ഈ രണ്ടും നോക്കുക. അപ്പോൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ടാണ് മാധ്യമത്തിലെ കണങ്ങൾ കമ്പനം ചെയ്യുന്നതെങ്കിൽ അവരാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ അഥവാ ട്രാൻസ്വേഴ്സ് വേവ്. ക്ലിയർ? ഇതിനുള്ള എക്സാമ്പിൾസ് നമ്മുടെ പ്രകാശം. ആരാണ് പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ് എന്ന് കണ്ടെത്തിയത്? ഫ്രെണലാണ് അല്ലേ? ഓക്കെ, അപ്പോ ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ആണ് പ്രകാശം. അതേപോലെ ജലോപരിതലത്തിൽ ഉണ്ടാകുന്ന തരംഗങ്ങൾ ഇവിടെ എഴുതണം. ജലോപരിതലത്തിലെ തരംഗം, അതേപോലെ ഒരു സ്ട്രിങ്ങിലെ തരംഗം. സ്ട്രിങ്ങിലെ തരംഗം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കുട്ടികളൊക്കെ ക്ലാസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നത് ചരട് കെട്ടിയിട്ട് അതിനകത്ത് ഉണ്ടാകുന്ന തരംഗങ്ങൾ, അത് സ്ട്രിങ്ങിലെ തരംഗം. ഇതൊക്കെ എന്താണ്? അനുപ്രസ്ഥ തരംഗങ്ങളാണ്. ഇനി രണ്ടാമത്തെ ആളാണ് അനുദൈർഘ്യ തരംഗം. അതായത് അനുദൈർഘ്യ തരംഗം ഇത് ലംബമായിട്ടാണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് അല്ലെ. അനുദൈർഘ്യ തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമത്തിലെ കണങ്ങൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായിട്ട്, അതായത് പാരലൽ ആയിട്ടാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ ഇവരെയാണ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയാം. ഓക്കെ, അവരെയാണ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയും, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അപ്പോൾ ഇവിടെ എന്താണ്? തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് കണികകൾ കമ്പനം ചെയ്യുന്നത്. അതാണ് അനുദൈർഘ്യ തരംഗം അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഇതിനുള്ള എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ലേ, ശബ്ദം എന്താണ്? അനുദൈർഘ്യ തരംഗമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ശബ്ദം അനുദൈർഘ്യ തരംഗമാണ് എന്നുള്ളത്. അതേപോലെ നമ്മുടെ ഭൂകമ്പ തരംഗങ്ങൾ, അതിലുള്ള പ്രൈമറി വേവ്സ് ഒക്കെ എന്താണ്? ഭൂകമ്പ തരംഗങ്ങളിലുള്ള പി വേവ്സ് ഒക്കെ, പ്രൈമറി വേവ്സ് ഒക്കെ എന്താണ്? ഈ പറയുന്ന അനുദൈർഘ്യ തരംഗങ്ങളാണ്. അപ്പൊ നമ്മള് മെക്കാനിക്കൽ വേവ്സ് അഥവാ യാന്ത്രിക തരംഗങ്ങളെ രണ്ടാക്കി തിരിച്ചു. അനുപ്രസ്ഥ തരംഗങ്ങൾ, അനുദൈർഘ്യ തരംഗങ്ങൾ. അതിന്റെ ഇംഗ്ലീഷ് ടേംസും കൂടെ ഓർത്തേക്കുക. അതിന് ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇനി മലയാളം പഠിക്കേണ്ടവരാണെങ്കിലും ഇംഗ്ലീഷ് കൃത്യമായിട്ട് അറിയുന്നതായിരിക്കും ട്രാൻസ്വേഴ്സ് വേവ് എന്താണെന്നുള്ളത്. അപ്പൊ അതാണ് അനുപ്രസ്ഥ തരംഗം. അതേപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, അനുദൈർഘ്യ തരംഗം. അപ്പോൾ എന്തിന്റെ ബേസിലാണ് ഇവരെ നമ്മൾ പറഞ്ഞേക്കുന്നത്? തരംഗത്തിന്റെ പ്രേഷണ ദിശയും മാധ്യമത്തിലെ കണങ്ങളുടെ കമ്പന ദിശയും വെച്ചിട്ടാണ് അല്ലെ. ഇവര് രണ്ടുപേരും
പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ടാണെങ്കിൽ അത് അനുപ്രസ്ഥ തരംഗം, പാരലൽ ആയിട്ട് സമാന്തരമായിട്ടാണെങ്കിൽ അനുദൈർഘ്യ തരംഗം. ഓക്കെ, ക്ലിയർ? ഇനി മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അനുപ്രസ്ഥ തരംഗങ്ങൾ എപ്പോഴും ശൃംഖങ്ങളും ഗർത്തങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായി ശൃംഖം ഗർത്തം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വായിക്കാവേ. ഇത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും, കാരണം നമുക്ക് തരംഗങ്ങളുടെ സവിശേഷതകളൊക്കെ പഠിക്കാനുണ്ട്. പക്ഷെ ജസ്റ്റ് ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അതിന്റെ പ്രത്യേകതകളെ ഒന്ന് ടേബിൾ ചെയ്യാം എന്നുള്ള രീതിയിലാണ്, ടേബിളാക്കി പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പൊ ജസ്റ്റ് ഇതും കൂടെ പറയാം. ഇത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും പറയും എന്താന്നുള്ളത്. അപ്പോൾ നോക്കാം എന്താണ് ഈ അനുപ്രസ്ഥ തരംഗങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ അനുപ്രസ്ഥ തരംഗങ്ങളെ ഇങ്ങനെയാട്ടോ റെപ്രസെന്റ് ചെയ്യാം. ഇതെന്താണെന്ന് അറിയോ? അതായത് അനുപ്രസ്ഥ തരംഗങ്ങൾ ഇങ്ങനെ ഈ പോയിന്റുകളെയാണ് നമ്മൾ ശൃംഖം, മലയാളമല്ലേ നമുക്ക് ആവശ്യം, ക്രസ്റ്റ് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ, ആൻഡ് ഇതിനെയാണ് നമ്മൾ ഗർത്തം എന്ന് പറയാം, ഗർത്തം. ഇങ്ങനെ ശൃംഖങ്ങളും ഗർത്തങ്ങളുമായിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവരാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. ഓക്കെ, ഇതെന്താണെന്നുള്ളതും ഈ വേവ് എന്താണ്, ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പറയും. ജസ്റ്റ് ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ മാത്രം ഇപ്പോൾ എടുത്താൽ മതി. ഇവര് ശൃംഖങ്ങളും ഗർത്തങ്ങളുമായിട്ടാണ് സഞ്ചരിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശബ്ദമൊക്കെ എന്താണ്, അനുദൈർഘ്യ തരംഗങ്ങളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, പ്രേഷണം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മർദ്ദ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മർദ്ദവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഒന്നുമില്ല. ടേം കേൾക്കുമ്പോൾ സംശയം വരാനൊന്നുമില്ല. ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദം കൂടിയ ഭാഗം, നീചമർദ്ദ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദം കുറഞ്ഞ ഭാഗം. ഇങ്ങനെ മർദ്ദമേഖലകളിൽ മർദ്ദ വ്യത്യാസം ഉണ്ടാക്കിക്കൊണ്ടാണ് വേവ് പ്രേഷണം ചെയ്യുന്നതെങ്കിൽ അത്തരം വേവുകളെയാണ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയാം. ശബ്ദമൊക്കെ പോകുന്നത് അങ്ങനെയാണ്, മർദ്ദ വ്യത്യാസം ഉണ്ടാക്കിക്കൊണ്ട്. മാധ്യമം വേണമല്ലോ, അപ്പോൾ ആ മാധ്യമത്തിൽ എന്താണ് ഈ മർദ്ദ വ്യത്യാസം ഉണ്ടാക്കിക്കൊണ്ടാണ് പ്രേഷണം ചെയ്യപ്പെടുക. അനുദൈർഘ്യ തരംഗങ്ങൾ. എനിക്കറിയാം ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ഡെപ്തായ കാര്യമാണ്. അപ്പോൾ ഇതൊന്നുകൂടെ കാരണം നമുക്ക് വേവ്സിന്റെ പ്രത്യേകതകളൊക്കെ പഠിക്കാനുണ്ട്, തരംഗത്തിന്റെ പ്രത്യേകതകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഭാഗം എത്തുമ്പോൾ ഞാൻ വീണ്ടും, അതായത് ഈ പറയുന്ന ശൃംഖം ഗർത്തം ഇതൊക്കെ എന്താണ് അല്ലെ, അതേപോലെ ഈ മർദ്ദ വ്യത്യാസം അതിലെങ്ങനെയാണ് ഉച്ചമർദ്ദം നീചമർദ്ദം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ട ഭാഗങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ എന്ത് മനസ്സിലാക്കുക, എന്താണ് തരംഗം, എന്താണ് അതിന്റെ പ്രത്യേകത, എത്ര തരം തരംഗങ്ങളുണ്ട്, അതിൽ തന്നെ ഓരോന്നിന്റെയും എക്സാമ്പിൾസ്, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് മെക്കാനിക്കൽ വേവ്സ് അഥവാ യാന്ത്രിക തരംഗങ്ങളുടെ ഈ ക്ലാസിഫിക്കേഷൻ, അതിൽ പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റുകൾ കൃത്യമായി മനസ്സിലാക്കുക. അനുപ്രസ്ഥ തരംഗങ്ങൾ അഥവാ ട്രാൻസ്വേഴ്സ് വേവ് എന്താണ്, ഇവര് എങ്ങനെയാണ്, അതെ, പ്രേഷണം ചെയ്യപ്പെടുന്ന ദിശയ്ക്ക് ലംബമായിട്ടാണ് മാധ്യമത്തിലെ കണങ്ങൾ കമ്പനം ചെയ്യുന്നതെങ്കിൽ അതാണ് അനുപ്രസ്ഥ തരംഗം അഥവാ ട്രാൻസ്വേഴ്സ് വേവ്. ഇനി പാരലൽ ആയിട്ടാണെങ്കിൽ, അതായത് മാധ്യമത്തിലെ കണങ്ങൾ കമ്പനം ചെയ്യുന്നത് പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായിട്ടാണ്, പാരലൽ ആയിട്ടാണ് എങ്കിൽ അനുദൈർഘ്യ തരംഗങ്ങൾ അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഓക്കെ, കൃത്യമായി മനസ്സിലാക്കുക. അതേപോലെ അതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ ശൃംഖങ്ങളും ഗർത്തങ്ങളുമായിട്ടാണ് നീങ്ങുന്നത്. അനുദൈർഘ്യ തരംഗങ്ങൾ മർദ്ദ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളുമായിട്ടാണ് നീങ്ങുന്നത്. ഇപ്പൊ നമ്മൾ പ്ലസ് ടുവിലൊക്കെയുള്ള എക്സ്പെരിമെന്റ് അല്ലേ, ട്യൂണിംഗ് ഫോർക്കിന്റെ ഒക്കെ ഹൈസ്കൂളിലും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ വരുന്ന ശബ്ദ തരംഗങ്ങൾ പോകുന്നത് ഇങ്ങനെ മർദ്ദ വ്യത്യാസമുള്ള ഏരിയകൾ ഉണ്ടാക്കിക്കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഭാഗം വേവ്സിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും സവിശേഷതകൾ പറയുമ്പോൾ നമ്മൾ അഗെയിൻ പറയും. അപ്പൊ ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ, തരംഗ ചലനത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ ക്ലാസ് എടുത്തേക്കുന്നത്. അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ കണ്ടന്റുകളുമായിട്ട് നമ്മൾ വരും. അപ്പോൾ അതിനു മുന്നേ ഈ ക്ലാസ് കേൾക്കുക. ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ വീണ്ടും കേൾക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, കേട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിന് മുന്നേ ആയിട്ട്
ആ ഡൗട്ടൊക്കെ എന്താണ്, എല്ലാം ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് അവനവൻ ഉറപ്പുവരുത്തുക. എനിവേ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.